ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി ശ്യാമാണ് ഇതിന് പിറകെ കളിച്ചതെന്ന് സത്യം മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് എനിക്കെയും കൂടി ഒപ്പം നിർത്തിയിട്ട് അതുപോലെ മനോരമയും കൂടി നിർത്തിയിട്ട് ശ്രുതി ഈ ഒരു അശ്വിൻ എവിടെയാണുള്ള സ്ഥലം എന്ന് കണ്ടെത്തുന്നുണ്ട് കേട്ടോ. പിന്നീട് ശ്രുതി ആരും അറിയാതെ അശ്വിന്റെ അരികിലോട്ട് പോവാണ്. ആ സമയം ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ സമയം ശ്രുതിയാണെങ്കിലും അശ്വിൻ ഇരിക്കുന്ന റൂമിന്റെ ആ സൈഡിൽ ശ്രുതി ഉണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി അവിടെ വന്നതുപോലെയുള്ള നെഞ്ചിടിപ്പ് ഇങ്ങനെ അശ്വിന് തോന്നി തുടങ്ങാണ്. ശ്രുതി പറയാറുണ്ടല്ലോ, അശ്വിന് അരികത്തോട്ട് വരുമ്പോ ഒരു പടപട എന്നുള്ള ആ നെഞ്ചിടിപ്പ് അത് അശ്വിന് തോന്നാറുണ്ടോ എന്ന് അശ്വിനോട് ചോദിച്ചപ്പോ അശ്വിനും പറയുന്നുണ്ടല്ലോ, നീ എന്റെ അരികത്തോട്ട് വരുമ്പോ എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് എന്ന് ഇങ്ങനെ അശ്വിനും പറയാറുണ്ട്. ആ സമയം ശ്രുതിയും അശ്വിനും ഒരു ചുമരിന് അപ്പുറം ഇപ്പുറമായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഗുണ്ടകൾ 4 പുറമുണ്ട്. ആരോ കടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ആര് എന്ന് അവർക്ക് തിരഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. ആ സമയം അശ്വിനാണെങ്കിലോ തന്റെ അരികത്ത് ഇവിടെ എവിടെയോ ശ്രുതി ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് അങ്ങനെ അശ്വിൻ ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ശ്രുതി അശ്വിൻ അശ്വിൻ എന്ന് പറഞ്ഞ് വിളിക്കാനായിട്ടാ. അപ്പോ അശ്വിൻ ഞാനിവിടെ ഉണ്ട് എന്ന് പറയട്ടോ. ഇതേ സമയം ശ്രുതി ആ ഒരു ഉയരം അങ്ങ് കേറി മറിഞ്ഞ് അശ്വിനെ എടുത്ത് ചാടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അശ്വിനും ശ്രുതിയും കെട്ടിപ്പിടിക്കുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ. അപ്പോഴേക്കും ഗുണ്ടകൾ അവിടെ എത്താണ്. അങ്ങനെ അശ്വിനെ ശ്രുതി അവിടെ നിന്ന് രക്ഷിക്കുമ്പോഴേക്കും ഗുണ്ടകൾ അശ്വിനെ കൈകാര്യം ചെയ്യൂട്ടോ, ശ്രുതിയെയും. പക്ഷെ തന്റെ പെണ്ണിനെ തൊട്ട് കഴിഞ്ഞാൽ അശ്വിനെ അത് കണ്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ. അശ്വിൻ അവർക്ക് നല്ല കിടുക്കൻ ഇടികൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെ തകർപ്പനായി തന്നെ അശ്വിൻ ഇടിച്ചിട്ട് വീഴ്ത്താണ്. പിന്നീട് അശ്വിൻ തന്റെ പെണ്ണിനെയും കൈ പിടിച്ച് അവിടുന്ന് ഈ ഒരു കാടിനുള്ളിലൂടെയൊക്കെ ഒരു ഫോറസ്റ്റ് ഏരിയയുടെ ഉള്ളിലൂടെയൊക്കെ ഇങ്ങനെ അശ്വിൻ ഓടാണ്. പിറകെ ഗുണ്ടകളും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവര് ഓടി ഓടി ഒരു വിധമാവുകയാണ്. അപ്പോഴേക്കും ശ്രുതി തളരാണ്. ശ്രുതി പറയുന്നുണ്ട്, അശ്വിൻ എനിക്ക് കഴിയുന്നില്ല, എനിക്ക് ഓടാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നത്, ശ്രുതി വാ, അവര് നമുക്ക് പിറകിലുണ്ട് എന്ന് പറയട്ടെ. അപ്പോഴേക്കും അശ്വിൻ തീരെ എനിക്ക് കഴിയുന്നില്ല. ആ സമയമാണ് അവരുടെ കൺമുന്നിൽ ഒരു ചെറിയൊരു ചെറ്റക്കുടിൽ കാണുന്ന കേട്ടോ. ചെറിയൊരു കുടിൽ, ഒരു ഓലത്തുമ്പൊക്കെ ഓലയൊക്കെ കൊണ്ട് ഉണ്ടാക്കിയ അങ്ങനെ ഒരു കുടിലായിരിക്കും കേട്ടോ. അപ്പൊ അതിനുള്ളിൽ അശ്വിനും ശ്രുതിയും ഒളിച്ച് ഇരിക്കാൻ കേട്ടോ. ഈ സമയം ഗുണ്ടകൾ 4 പുറം നടക്കും. പക്ഷെ അവിടെ എവിടെയെങ്കിലും കാണുന്നില്ല. ഇതേ സമയം അവരങ്ങ് പോകുന്നു കേട്ടോ. പിന്നീട് അവരങ്ങ് പോയെന്ന് കാണുമ്പോൾ അശ്വിൻ ശ്രുതിയെ അങ്ങ് കെട്ടിപ്പിടിക്കാൻ കേട്ടോ. ഇന്നേ വരെ അങ്ങനെ കെട്ടിപ്പിടിക്കുകയോ ഉമ്മവയ്ക്കോ ഒന്നും ചെയ്യാത്ത അശ്വിൻ ശ്രുതിയെ ഒരുപാട് അങ്ങ് കെട്ടിപ്പിടിക്കാനായിട്ടോ. ഇത് കാണുന്ന ശ്രുതിയും വല്ലാണ്ട് അങ്ങ് ആയി പോവാണ്. തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഈ അശ്വിനെയാണ് താൻ ഇത്രയും നാളും കാത്തിരുന്നത്. തന്റെ അരികത്തില്ലാതെ എന്നപ്പോ അശ്വിന്റെ വില എന്തെന്ന് ശ്രുതി മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, അശ്വിൻ എന്തൊരു കോലമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എടോ തന്റെയും എന്ന് പറയണേ, താൻ എങ്ങനെ എന്നെ കണ്ടുപിടിച്ചു, അതൊക്കെ ഉണ്ട് അശ്വിൻ എന്ന് പറയട്ടോ. പിന്നീട് അശ്വിൻ ശ്രുതിയുടെ കവിളിൽ ഇങ്ങനെ തലോടാണ് കേട്ടോ. ഈ സമയം ശ്രുതി ആണെങ്കിലോ അശ്വിനെ തന്നെ ഹിമ വെട്ടാതെ ഇങ്ങനെ നോക്കാണ്. അങ്ങനെ ഹിമ വെട്ടാതെ ഇങ്ങനെ അശ്വിൻ ഇങ്ങനെ ശ്രുതിയെ നോക്കുമ്പോൾ ശ്രുതി തിരിച്ചും അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ അശ്വിൻ എന്ത് ചെയ്യുന്നു, ശ്രുതിയുടെ ചുണ്ടിൽ അങ്ങ് പെട്ടെന്ന് അങ്ങ് ഒരു ഉമ്പ വെക്കാണ്. അതോടുകൂടി കുറെ വൈക്കോൽ കുണ്ടകൾ ഇങ്ങനെ ഒരു പഞ്ഞിയും അതുപോലെ തന്നെ വൈക്കോൽ കുണ്ടകളൊക്കെ ഇങ്ങനെ അവിടെ കൂമ്പാരമായി കൂട്ടിയിട്ടിട്ടുണ്ടാവും കേട്ടോ. ആ പഞ്ഞിയിലോട്ട് ശ്രുതി അങ്ങ് തള്ളിയിടാണ്. പിന്നീട് അശ്വിൻ ശ്രുതിയുടെ ഒരു ബ്ലൗസ് പോലത്തെ ഒരു ഡ്രസ്സ് ഉണ്ടാവും, അതിന് പിറകിൽ ഒരു കെട്ടുണ്ടാവും. ആ കെട്ടണങ്ങ് അഴിക്കാണ്. അങ്ങനെ അശ്വിനും ശ്രുതിയും മനസ്സുകൊണ്ട് ശരീരം ഇങ്ങനെ പങ്കുവെച്ച് തുടങ്ങാനേട്ടാ. ആ സമയം കാണാൻ ഗുണ്ടകൾ വീണ്ടും ഇനിയിപ്പോ ഇവർ ഇതിനുള്ളിൽ ഉണ്ടാവുമോ എന്നുള്ള ആ ഒരു പറച്ചിലായിട്ടോ. അതോടുകൂടി ശ്രുതിക്കാണെങ്കിൽ അശ്വിനുമായി അങ്ങ് ചേരാനുള്ള ആ ഒരു ഭാഗ്യം കിട്ടില്ല. അങ്ങനെ ശ്രുതിയാണെങ്കിലോ അശ്വിൻ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ പറയണേ, ശ്രുതി നിന്റെ സേഫാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് പറയണേ. അപ്പോഴേക്കും അശ്വിൻ ഷർട്ടൊക്കെ പെട്ടെന്ന് എടുത്തിടുന്നുണ്ട്. അങ്ങനെ ശ്രുതിയെ അവിടെ കിടത്തിയിട്ട് ആ പഞ്ഞ് മുകളിലായി നിറച്ച് വെക്കണം കേട്ടോ. ശ്രുതിയുടെ മുകളിൽ മേലെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കണം. ശ്രുതി നീ ഇളകരുത്, ഇങ്ങനെ തന്നെ കിടക്കണം എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന അശ്വിനോട് ശ്രുതി പറയുന്നുണ്ട്, അശ്വിൻ അപ്പൊ നീ മിണ്ടരുത്, നീ ഇവിടെ ഇളകാതെ കിടക്കുക. ഇപ്പൊ എനിക്ക് ഏറ്റവും വലുത് നീയാണ്, നീ ഇപ്പൊ ഇവിടെ മിണ്ടരുത്, എന്റെ തടി ഞാൻ എങ്ങനെയെങ്കിലും നോക്കിക്കോളാം, നിന്നെ അവര് കണ്ടു കഴിഞ്ഞാൽ അവര് പിച്ച് ചീന്തിക്കളയും, അതുകൊണ്ട് ശ്രുതി നീ അവിടെ അടങ്ങിക്കിടക്കെന്ന് പറയണേ. അങ്ങനെ ഈ ശ്രുതി ഈ പഞ്ഞിക്കുള്ളിൽ ഇങ്ങനെ അടങ്ങിക്കിടക്കാണ് കേട്ടോ. അതേസമയം ഗുണ്ടകൾ അതിനുള്ളിലോട്ട് കയറാണ്. ആ സമയം അശ്വിനാണെങ്കിൽ ഈ വൈക്കോൽ കുണ്ടയുടെ ഉള്ളിലോട്ട് ചെറുതായി നീങ്ങിയിട്ടുണ്ടാവും കേട്ടോ.
അങ്ങനെ ഗുണ്ടകൾ അവിടെ എവിടെയൊക്കെ അശ്വിനെ നോക്കാണ്. അപ്പോഴും അശ്വിനെ കാണുന്നില്ല. പിന്നീട് അശ്വിൻ അവിടെ ഇരിക്കുന്നത് കാണാനായിട്ട് അങ്ങനെ അവര് എടാ നീ ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് പോവാൻ നോക്കേ, എന്നാൽ അത് നടക്കത്തില്ലടാ എന്നും പറഞ്ഞിട്ട് അശ്വിനെ അവിടെ നിന്നും വലിച്ചു കൊണ്ടുപോകുമ്പോൾ ശ്രുതി ആ പഞ്ഞി പതിയെ മാറ്റി ശ്രുതി ഇങ്ങനെ പതുക്കെ നോക്കുമ്പോൾ തന്റെ അശ്വിനെ അവർ കൊണ്ടുപോകുന്നതായിരിക്കട്ടെ കാണാം. ആ സമയം അശ്വിൻ കണ്ണുകൊണ്ട് ശ്രുതി നീ എണ്ണിക്കരുത്, എനിക്ക് ഇനി എന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് നീയാണ്, നീ അവരുടെ കൈകളിൽ അകപ്പെടരുത്, അതുകൊണ്ട് നീ അവിടെ തന്നെ കിടക്കെന്ന് പറയട്ടോ. ഈ സമയം ശ്രുതിയുടെ ദേഹത്തുള്ള ആ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ മാറ്റിയിട്ടുണ്ടാവും, അങ്ങനെ റീമേക്കിൽ കേട്ടോ. ആ സമയം ശ്രുതി ഇങ്ങനെ അശ്വിനെ പോകുന്നത് കണ്ട് കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ നിറഞ്ഞൊഴുകാണ് കേട്ടോ. തന്റെ പ്രാണനെ താൻ രക്ഷിക്കാൻ വന്നപ്പോൾ താനും അശ്വിനും കൂടി ആ സമയം ഒരുമിക്കാൻ നോക്കിയപ്പോൾ അവിടെയും വിലങ്ങ് തടിയായി അവര് വീണ്ടും വന്നിരിക്കുന്നു. അങ്ങനെ അശ്വിനെ അവര് വലിച്ചഴിച്ച് കൊണ്ടുപോകാൻ കേട്ടോ. ഇതേ സമയം ശ്രുതി പൊട്ടി കരയാണ്. പിന്നീട് ശ്രുതി വീട്ടിലോട്ട് തിരികെ പോവാണ്. പിന്നീട് അശ്വിനാണെങ്കിൽ ഈ ഗുണ്ടകളുടെ താവളത്തിലോട്ട് കേട്ടോ വേറൊരു താവളത്തിലോട്ട് മാറ്റിയിട്ടുണ്ടാവും. അങ്ങനെ ശ്യാമ് അശ്വിന്റെ മുന്നിൽ വരികയാണ്. എടാ നീ എന്താടാ കരുതിയത്, എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് കരുതിയിട്ടുണ്ടോ? ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന രാജകുമാരിയാണ് നീ സ്വന്തമാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ രാജകുമാരിയെ നിനക്ക് ഞാൻ വിട്ടുതരില്ലടാ. നീ എങ്ങനെ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കാൻ നിനക്ക് പറ്റില്ല. നിന്റെ പെങ്ങളുണ്ടല്ലോ അവള്, ആ വികലാംഗ, അവളെ ഞാൻ അങ്ങ് കൊല്ലും. എടാ നിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ എണീക്കുന്നു കേട്ടോ. ഞാൻ അവളെ കൊല്ലും, എന്നിട്ട് നിന്റെ ഭാര്യയായ ശ്രുതി ഉണ്ടല്ലോ, നീയും അവളും ഇന്നേ വരെ ഒരുമിച്ച് ചേർന്നിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം, എനിക്ക് നിന്റെ പെങ്ങളെ നഷ്ടപ്പെടണ്ട എന്നുണ്ടെങ്കിൽ മാത്രം, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല കേട്ടോ. ഏത് കാലം ശ്രുതി എന്റെ സഖിയായി തന്നെ ഇരിക്കണമെന്നാണ് എന്റെ ജീവിതത്തിൽ ആഗ്രഹം. പക്ഷെ ഇപ്പോൾ ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ അവളെ ഉപയോഗിച്ചതിന് ശേഷം എന്റെ വേസ്റ്റ് നിനക്കങ്ങ് ഇട്ട് തന്നാലോ, അത് പറ്റുമോ? അത് പറ്റുമെങ്കിൽ ഓക്കെ, നിന്റെ ഭാര്യ എന്ന് പറയുന്നവളെ ഞാൻ നിനക്ക് വിട്ടുതരാം. അപ്പൊ നിന്റെ പെങ്ങളെ ഞാൻ കൊല്ലത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. ഇത് കേൾക്കുന്ന അശ്വിനങ്ങ് ദേഷ്യം പിടിക്കാൻ അശ്വിൻ ശ്യാമിനെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഗുണ്ടകൾ അശ്വിനെ അങ്ങ് വല്ലാതെ അങ്ങ് വന്ന് അടിക്കുന്നുണ്ട് കേട്ടോ. ഈ അടികളെല്ലാം ഏറ്റുവാങ്ങാണ് അശ്വിൻ. അങ്ങനെ ശ്രുതിയാണെങ്കിലോ താനും അശ്വിനും ഒരുമിച്ച് ചേർന്ന ആ നിമിഷത്തെ കുറിച്ച് ആലോചിച്ച് ശ്രുതി ഇങ്ങനെ പൊട്ടിക്കരയുന്ന ആ ഒരു സീനൊക്കെ നമുക്ക് മുന്നിൽ ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നല്ല കിടുക്കൻ സീനാണ് ഇത്. ഇവരിങ്ങനെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാല് ഇനി ഇവരുടെ യഥാർത്ഥ സ്നേഹമാണ്. അത് കഴിഞ്ഞാൽ ശ്യാമിന് നല്ല കിടുക്കൻ പണി അഞ്ജലി തന്നെ കൊടുക്കുന്നുണ്ട്. അഞ്ജലി തന്നെ ആ വീട്ടിൽ നിന്നും ആട്ടി ഇറക്കി പുറത്താക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് അശ്വിൻ തന്റെ പ്രാണനായി കാണുന്ന ശ്രുതിയെ താൽക്കാലികത്തിന് ആരും അറിയാതെ താലി കെട്ടിയതൊക്കെ മാറ്റിവെച്ച് എല്ലാവർക്കും മുന്നിൽ വെച്ച് താലി കെട്ടുന്ന ആ ഒരു സീനൊക്കെ നമുക്ക് മുന്നിൽ ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് ഈ ചാനലിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും കാത്തിരുന്ന ആ മുഹൂർത്തം എത്താൻ ഇനി അധിക ദിവസമൊന്നുമില്ല. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരു എപ്പിസോഡ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുമോ. അപ്പോൾ പുറത്തിറങ്ങിയ അശ്വിൻ ഇനി ശ്യാമിനോട് പറയുന്ന വാക്കുകൾ അത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാക്കായിരിക്കും കേട്ടോ. അശ്വിൻ പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം എൻ്റെ പെണ്ണിനെ നിനക്ക് സ്വന്തമാക്കാൻ കഴിയില്ലടാ. അവളുടെ ദേഹത്ത് നിന്നല്ല അവളുടെ മുടിനാരിൽ പോലും തൊടാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ലടാ എന്നൊക്കെ പറയുന്ന ആ സീനൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ.